ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് നെത്തോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെത്തോലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്നത്. എനിക്ക് നെത്തോലി ഒത്തിരി ഇഷ്ടമാണ്. നെത്തോലി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ പീര വയ്ക്കും. പിന്നെ കറിയായിട്ട് ഒത്തിരി വയ്ക്കത്തില്ല. നെത്തോലി കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരിയും പീര വയ്ക്കും, അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കും. അപ്പം ഞാനാണ് നാണ്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയും കൂടി എടുക്കണം. അങ്ങനെ കഴുകി ഇതാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെത്തോലി ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഇതാണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ആണ്ട് നല്ലപോലെ ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചതച്ചത് താണ്ട് നമ്മൾ നെത്തോലിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ഇട്ട് നല്ലപോലെ ഇതൊന്ന് തിരുമ്മി ഒരു 5 മിനിറ്റോളം മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ നല്ലപോലെ തിരുമ്മി എടുക്കുന്നുണ്ട്. അങ്ങനെ തിരുമ്മി ഒരു 5 മിനിറ്റോളം മാറ്റി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണ്ടേ. അതിനായിട്ട് ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. ദോശക്കല്ലിൽ കുറച്ച് എണ്ണ തേച്ച് താണ്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കല്ല്. ഇനി അതിലേക്ക് നമ്മുടെ മീനെല്ലാം വാരി അങ്ങിടുകയാണേ. നമ്മുടെ നെത്തോലിനെ എല്ലാം അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാവർക്കും ഫ്രൈ ചെയ്യാനൊക്കെ അറിയായിരിക്കും, പക്ഷേ ഇത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ്ട് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ട് വന്നപ്പോഴത്തേക്ക് നല്ലപോലെ അത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ നെത്തോലി മീൻ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുകൊണ്ട് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ നല്ലപോലെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.